പണ്ടൊരു നാൾ കാട്ടിൽ അതിഭയങ്കരമായ ശൈത്യം വന്നു. അപ്പോൾ ഒരു മുള്ളൻ പന്നി സുരക്ഷിതമായ ഒരു താവളം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. താമസിയാതെ അവൻ ഒരു ഗുഹ കണ്ടെത്തി. ഈ ശൈത്യകാലം ഇവിടെ തന്നെ കഴിച്ചുകൂട്ടാം, അവൻ ചിന്തിച്ചു. പക്ഷേ ഗുഹയ്ക്കുള്ളിലെത്തിയപ്പോൾ മുള്ളൻ പന്നിക്ക് അബദ്ധം മനസ്സിലായി. ഗുഹയിൽ നേരത്തെ തന്നെ ഒരു പാമ്പിൻ കുടുംബം താമസിക്കുന്നുണ്ടായിരുന്നു. മുള്ളൻ പന്നിക്കാണെങ്കിൽ പോകാൻ വേറൊരു ഇടമില്ലതാനും. പാമ്പുകളുടെ ദാക്ഷിണ്യത്തിനും മഹാമനസ്കതയ്ക്കുമായി മുള്ളൻ പന്നി അഭ്യർത്ഥിച്ചു. ക്ഷമിക്കണം, ഞാൻ വന്നത് നിങ്ങൾക്ക് അസൗകര്യമായി എന്നെനിക്കറിയാം. പക്ഷേ നിങ്ങൾ ഇവിടെയുണ്ടെന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇനിയിപ്പോൾ ഈ കൊടും ശൈത്യത്തിൽ ഞാൻ എവിടെ പോകാനാണ്? ദയവായി നിങ്ങൾ എന്നെ ഒരു വിരുന്നുകാരനായി സ്വീകരിച്ചാലും ഞാൻ ഈ മൂലയിലെങ്ങാനും ഒതുങ്ങിക്കൂടി കഴിഞ്ഞുകൊള്ളാം. ശൈത്യം തീർന്നാലുടൻ സ്ഥലം വിട്ടേക്കാം. പാമ്പുകൾക്കാണെങ്കിൽ മുള്ളൻ പന്നിയോട് സഹതാപം തോന്നി. അഭയം അഭ്യർത്ഥിക്കുന്നവരെ പറഞ്ഞയച്ച പാരമ്പര്യം ഞങ്ങൾക്കില്ല. ഈ ശൈത്യകാലം മുഴുവൻ താങ്കൾ ഇവിടെ താമസിച്ചുകൊള്ളൂ, പാമ്പുകളുടെ തലവൻ പറഞ്ഞു. അത് കേട്ട മുള്ളൻ പന്നിക്ക് സന്തോഷം അടക്കാനായില്ല. അവൻ വേഗം തന്നെ ഒരു മൂലയിൽ പോയി പന്തുപോലെ ചുരുണ്ടുകൂടി കിടന്നു. കുറെ കഴിഞ്ഞാണ് പാമ്പുകൾക്ക് അബദ്ധം മനസ്സിലായത്. അനാവശ്യമായി തോന്നിയ മുള്ളുകളെല്ലാം മുള്ളൻ പന്നി അവിടെയായി പൊഴിച്ചുകൊണ്ടിരുന്നു. പാമ്പിൻ കുഞ്ഞുങ്ങൾ ഇഴഞ്ഞു നടക്കുമ്പോൾ മുള്ളൻ പന്നിയുടെ മുള്ളുകൾ തട്ടി അവയുടെ ദേഹത്തിന് മുറിവ് പറ്റി. എന്തിന്, വലിയ പാമ്പുകൾക്ക് പോലും ശ്രദ്ധ മാറിയാൽ അബദ്ധം പിണയുന്ന സ്ഥിതിയായി. അതിഥിയുടെ ശല്യമേറിയപ്പോൾ അതിഥിയോട് കാര്യം തുറന്നു പറയാൻ പാമ്പുകൾ തീരുമാനിച്ചു. അങ്ങനെ പാമ്പുകൾ മുള്ളൻ പന്നിയുടെ അടുത്തെത്തി അസൗകര്യം അറിയിച്ചു. അപ്പോൾ മുള്ളൻ പന്നി പറഞ്ഞു, ഹഹാ, ഈ ഗുഹയുടെ താമസം എനിക്ക് നന്നേ പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ. ഞാൻ ഈ ഗുഹയുടെ വാതിൽ ബന്ധിച്ചിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് പുറത്ത് വേറെ സൗകര്യപ്രദമായ സ്ഥലം കണ്ടുപിടിക്കാവുന്നതാണ്. ഇത്രയും പറഞ്ഞിട്ട് മുള്ളൻ പന്നി വീണ്ടും ചുരുണ്ടുകൂടി കിടന്നു. പാമ്പുകൾക്ക് പിന്നെ പറയാൻ മറുപടിയൊന്നും ഉണ്ടായില്ല. അവർ ഇഴഞ്ഞു പോവുകയും ചെയ്തു. അതിഥി ഏത് തരക്കാരനാണെന്ന് ഉറപ്പാക്കിയിട്ടേ സൽക്കരിക്കാവൂ.